മുക്കുപണ്ടം പണയം വെച്ച് ലക്ഷങ്ങൾ തട്ടിയ ആൾ അഞ്ചൽ പോലീസിന്റെ പിടിയിലായി. കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലെ വിവിധ സ്വകാര്യ സ്വർണ്ണപ്പണയ ബാങ്കുകളിൽ നിന്നും മുക്കുപണ്ടം പണയം വെച്ച് തട്ടിപ്പ് നടത്തിയ ആളാണ് അഞ്ചൽ പോലീസിന്റെ പിടിയിലായത്. കൊട്ടാരക്കര നെടുവത്തൂർ സരസ്വതി വിലാസത്തിൽ 30 വയസ്സുള്ള സജയ് കുമാറാണ് അറസ്റ്റിലായത്. 1 മാസം മുൻപ് സജയ് കുമാർ അഞ്ചൽ ആറോ ജംഗ്ഷന് സമീപത്തെ സ്വകാര്യ ബാങ്കിൽ സ്വർണമെന്ന വ്യാജേന ആഭരണങ്ങൾ പണയം വെച്ച് 47,000 രൂപ കൈക്കലാക്കുകയുണ്ടായി. ഒരു ഉച്ചയോടടുപ്പിച്ചാണ് വന്നത്. ഞങ്ങൾ കഴിക്കുന്നതിന് മുമ്പായിരുന്നു വന്ന് തന്നു. നോക്കിയപ്പം അത് 916ന്റെ സീലുണ്ട്. പക്ഷേ കട്ടി ഉണ്ടായതുകൊണ്ട് എനിക്കൊരു സംശയം തോന്നി. എന്നാലും ഉരച്ചപ്പോൾ ആ സംശയം മാറി. കാരണം ആസിഡ് ഒഴിച്ചെണ്ണൊക്കെ അത് മാറുന്നില്ലായിരുന്നു. അങ്ങനെ അപ്പം വേറൊരു കസ്റ്റമർ കൂടെ വന്നപ്പോഴത്തേക്ക് അതിനെ ഡീൽ ചെയ്തതിന് ശേഷമാണ് ഇയാൾക്ക് വേണ്ടുന്നത് ചെയ്തത്. അപ്പോൾ ഇവിടെ ക്യാഷും കുറവായതുകൊണ്ട് ബാക്കി പൈസ ഗൂഗിൾ പേ വഴിയാണ് നമ്മൾ ചെയ്ത് കൊടുത്തത്. പിന്നെ അപ്പോഴേ അതെല്ലാം കഴിഞ്ഞ് പോവുകയും ചെയ്തു. ആധാർ പ്രൂഫായിട്ട് നൽകുകയും ചെയ്തു. അപ്പം നമുക്ക് യാതൊരുവിധ സംശയവും തോന്നിയതുമില്ല. പിന്നീടാണ് നമുക്ക് ഒന്നും കൂടെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ച് നമ്മൾ അടുത്തുള്ള ജുവലറിയിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെക്ക് ചെയ്തപ്പോഴാണ് കറക്റ്റ് മുക്കുപണ്ടമാണെന്ന് അറിഞ്ഞത്. അഞ്ചൽ പോലീസ് അന്വേഷണം നടത്തിവരവെ ചൊവ്വാഴ്ച വൈകിട്ട് 4 മണിയോടെ കൊട്ടാരക്കരയിൽ സ്വകാര്യ ബാങ്കിൽ മുക്കുപണ്ടം പണയം വെക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് സജയ് കുമാർ അഞ്ചൽ പോലീസിന്റെ പിടിയിലായത്. അഞ്ചൽ പോലീസ് സജയ് കുമാറിനെ തട്ടിപ്പ് നടത്തിയ അഞ്ചലിലെ സ്വകാര്യ സ്ഥാപനത്തിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലെ വിവിധയിടങ്ങളിൽ സജയ് കുമാർ സമാന രീതിയിലുള്ള തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ടെന്നും ഒരു കൊലപാതക കേസിലും പ്രതിയായിട്ടുള്ള ആളാണെന്നും കൂടുതൽ അന്വേഷണം നടത്തിവരികയാണെന്നും പോലീസ് പറഞ്ഞു. അഞ്ചൽ SHO ഹരീഷ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വിനോദ് കുമാർ, സിവിൽ പോലീസ് ഓഫീസർ രജ്ബീർ, അബീഷ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. വൈദ്യ പരിശോധനകൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ജില്ലാ വിഷൻ, കൊല്ലം.